എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം 9:09 ആയിട്ടുണ്ട്. ഏകദേശമൊക്കെ ന്യൂട്രൽ ഓപ്പൺ ആണ്. ചെറിയ ഗ്യാപ്പ് ഡൗണേ ഉള്ളൂ, 14 പോയിന്റ് മൈനസ് ഉള്ളൂ. വീണ്ടും മാർക്കറ്റ് ഇന്ന് കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ്. ഇന്നലെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇന്ന് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് നമ്മൾ നോക്കുന്നുള്ളത്. നമുക്ക് വലിയ ഈ ലോട്ടറി കോളിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഒരു 23,661 ഡൗൺ സൈഡ് ഏരിയയും അതേപോലെ തന്നെ മേളിൽ 23,727 ഈ ഒരു സോണിൻ്റെ അകത്താണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്ന കൺസോൾട്ടേഷൻ വിത്ത് SMA സപ്പോർട്ട്, നേരെ മറിച്ച് മുകളിലോട്ടാണ് പോകണമെങ്കിൽ മാർക്കറ്റ് അപ്പർ സൈഡ്. എന്നാലും മാസീവായിട്ടുള്ള വോളിയം വന്നാൽ മാത്രമേ വലിയ മൂവൊക്കെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. കാരണം മുകളിൽ കൺസോൾട്ടേഷനാണ്, താഴെയും കൺസോൾട്ടേഷനാണ്. രണ്ട് കൺസോൾട്ടേഷൻ സോണിൻ്റെ ഇടക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒന്ന് ബ്രേക്ക് ഔട്ടായിട്ടൊക്കെ കാണിച്ചു എന്ന് നമുക്ക് കിട്ടിയാലും മാക്സിമം കോസ്റ്റ് ടു കോസ്റ്റോ, ഇപ്പോൾ 2 ലോട്ടാണ് എടുക്കണമെങ്കിൽ ഒരു ലോട്ടിൽ താൽക്കാലിക പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് എപ്പോഴും സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്ത് കോസ്റ്റ് ടു കോസ്റ്റിൽ 1 പോയിൻറ്റോ കയറ്റി വെക്കാൻ നോക്കുക. 10 ട്രേഡ് ചെയ്താലും 10 ട്രേഡും 1 പോയിന്റ് കയറ്റി വെച്ചാലും നമുക്ക് വിഷയമില്ല. 10 ട്രേഡിൽ 10 പോയിന്റ് അങ്ങനെ നമുക്ക് കിട്ടും. എന്തെങ്കിലുമൊക്കെ ചായ പിടിക്കാനുള്ള പൈസ കിട്ടും. ഹൈ വോളിയം വന്നാൽ മാത്രമാണ് ഹെവി റൈഡ് മാർക്കറ്റിൽ ഉണ്ടാവത്തുള്ളൂ. 2 കൺസോൾട്ടേഷൻ മുകളിലും താഴെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് നമുക്ക് ട്രേഡ് ചെയ്യാം. അതിന് ബെറ്റർ നെക്സ്റ്റ് വീക്ക് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ കൺസോൾട്ടേഷനിലേക്ക് പോയാൽ നമ്മൾ ഇന്നത്തത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെൽറ്റ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനുള്ളത്, ഇന്ന് നമുക്ക് കുറച്ച് ചെറിയ സ്ട്രൈക്ക് എടുക്കാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. നമ്മൾ ചെറിയ സ്ട്രൈക്കിൽ മൂവ്മെൻ്റ് ഒന്നും ഇതുവരെ നോക്കിയിട്ടില്ല. നെക്സ്റ്റ് വീക്കിൽ ചെറിയ സ്ട്രൈക്ക് നമുക്ക് എടുക്കാം. അതായത് ഒരു 23,700 201 നിൽക്കുന്ന സ്ട്രൈക്ക് എടുക്കാം. നമുക്കൊരു 10 പോയിന്റ് കിട്ടിയാൽ മതിയല്ലോ. അതേപോലെ പിയിൽ നമ്മളെല്ലാ മേഖലയും നോക്കണമല്ലോ. നമ്മുടെ സ്ട്രൈക്ക് മാറിയപ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണത്, അതായത് ഡെൽറ്റ വാല്യൂ കുറഞ്ഞ സ്ട്രൈക്ക് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണതെന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 23,700 പി, 23,700 സി, രണ്ടും നല്ല സ്ട്രൈക്കുകളാണ്. ഒരേ എന്താ പറയുക, മാക്സ് പെയിൻ ലെവൽ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ലെവലിലുള്ള സ്ട്രൈക്കുകളാണ്. അപ്പോൾ സി അതെ. അപ്പോൾ നമുക്ക് അപ്പോൾ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മാർക്കറ്റ് 187 താഴത്തോട്ട് വന്ന മാർക്കറ്റ് ഡൗൺ ആണ്. ആ ഡൗണ് ആദ്യം വരുന്ന ഏരിയ എന്ന് വെച്ചാൽ 169 ആയിരിക്കും. ഫസ്റ്റ് സപ്പോർട്ട് ഏരിയ, 3 സപ്പോർട്ട് ഏരിയ ആണ് നമ്മൾ നോക്കുന്നത്. 186, 171, പിന്നെ ഉള്ളത് 150 ആണ് സപ്പോർട്ട് സോൺ. RSI സ്റ്റിൽ പി സൈഡാണ് RSI നിൽക്കുന്നത്. 200 ആണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻറ്റ് ലെവൽ. അപ്പോൾ 207 ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. RSI ഇത് ക്രോസ് ഓവർ ചെയ്ത് ഗ്രീനിൽ, ക്രോസ് ഓവറോ അല്ലെങ്കിൽ ക്രോസ് ഓവർ ചെയ്ത് ഗ്രീനിലേക്ക് കയറുമ്പോൾ മാത്രമായിരിക്കും ഇത് ഡൗൺ ആവുന്നത്. ഇത് ക്രോസ് ഓവർ കയറുമ്പോഴാണ് പി ഡൗൺ ആവണത്. RSI ഇവിടെ നമുക്ക് ക്രോസ് ഓവർ ഇട്ട് റെഡിലേക്ക് മുട്ടിയിട്ട് നമുക്ക്
എന്തിനെ പറ്റി ആലോചിച്ചാൽ മതി? സീനെ പറ്റി ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഒരു ഹൈ, അടുത്ത ലോ, പിന്നെ ഒരു ഹൈ വരികയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റുകൾ, അതായത് സിയുടെ ടാർഗറ്റുകൾ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ താഴത്തു നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നതെന്നുണ്ടെങ്കിൽ 207 എഗെയിൻ ഒരു ടാർഗറ്റാണ്, 235 ഒരു ടാർഗറ്റാണ്, 262 ഒരു ടാർഗറ്റാണ്, 290 ഒരു ടാർഗറ്റാണ്. എല്ലാത്തിനും ബഫർ സോണ് നമ്മൾ കാണണം. നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു പരിധി കൂടുതൽ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത് വെക്കുക, കോസ്റ്റ് ടു കോസ്റ്റിൽ വെക്കുക, ഒരു പോയിന്റ് കയറ്റി വെക്കുക. അതൊക്കെ നമ്മൾ ചെയ്തോണം. ഒരു 10-20 പോയിന്റ് മുകളിലിട്ട് പോയെന്നും പറഞ്ഞുകൊണ്ട് ഏത് നിമിഷം താഴത്തോട്ടുള്ളൊരു വലിവ് വരുമെന്നും പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ എല്ലാ ട്രേഡും എടുക്കാനായിട്ട്. അത് എല്ലാ വീഡിയോയിലും നമ്മൾ ഓൾറെഡി പറയുന്നതാണ്. അത് മെതുവെ അങ്ങനെ ആരും ചെയ്യാറൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു. പിന്നെ നമ്മൾ ആവറേജിങ്ങിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളോ ഒന്നും ഇടാറില്ല. മാർക്കറ്റ് ഡൗൺ വന്നു, ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തു, വീണ്ടും അവിടെ നിന്നൊരു ഡംപ്, അതായത് ഇൻവെർട്ടർ ഫ്ലാഗ് പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഡൗൺ കൺസോൾട്ടേഷൻ, അടുത്തത് വലിയൊരു ഡൗൺ കൺസോൾട്ടേഷൻ ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ആ ഒരു ഇൻവെർട്ടർ ഫ്ലാഗ് സിസ്റ്റമാണ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 167 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നല്ല ഡംപ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും. ഒരു പരിധി കൂടുതൽ നിൽക്കില്ല. ഒരു 10-10:30 കഴിയുമ്പോഴത്തേക്കും ഡൗൺ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പിയുടെ ടാർഗറ്റ് ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 205, 207, 207 ഒരു ടാർഗറ്റാണ്. 9:14 മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യും. പിന്നെ ഉള്ളത് 220, പിന്നെ ഉള്ളത് 232. അപ്പോൾ 205, 207 ഒരു വിക്ക് പോകാനേ ചാൻസ് ഉള്ളൂ കൺസോൾട്ടേഷന് ശേഷം. അതായത് ഒരു ട്രയാങ്കിൾ പാറ്റേൺ എന്ന് പറയുമ്പോൾ താഴത്തോട്ട് വന്ന് റീടെസ്റ്റ് അടിച്ച് താഴത്തോട്ട് നേരെ റിവേഴ്സ് ആണെങ്കിൽ മേളിൽ പോയി ഓപ്പൺ ചെയ്തിട്ടുണ്ട് 207, ഞാൻ പിയിൽ ഒരു താൽക്കാലിക ബൈ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. കാരണം 225 ഒരു എക്സ്പാൻഷൻ മാർക്കറ്റിൽ നിൽപ്പുണ്ട്. അപ്പോൾ 207 വരെ പോയാലും 10-300 രൂപ കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. 225 ഒരു എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ 207 കൺസോൾട്ടേഷൻ സോണാണ്. അപ്പം ഞാൻ RSI ക്രോസ് ഓവർ ആവാത്ത കാരണം ഓപ്പൺ ചെയ്തപ്പോൾ ഒരു PM എടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. 205, 207, 204, 206, 212, 225 ഒരു ലെവൽ മാർക്കറ്റിൽ ഇട്ടേക്കണേ. അപ്പോൾ അത് 212 മുകളിലോട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 220 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സ്റ്റിൽ പിയിലാണ് RSI നിൽക്കുന്നത്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഓപ്പൺ ചെയ്തപ്പോൾ അങ്ങ് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. 207 നോർമലാണ്, 209 ആയിട്ടുണ്ട്. 212 ഒരു കൺസോൾട്ടേഷനാണ്. 500 രൂപയെങ്കിൽ 500 രൂപ കിട്ടിയ അത്ര ആയില്ലേ? 457, 209. ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട് അവിടെ. ഒറ്റയടിക്കൊന്നും പോകുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം 207 കൺസോൾട്ടേഷൻ സോണാണ്. അതിന് മേലോട്ടൊരു മൂവ് കിട്ടിയാലാണ് 212 കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് വരത്തുള്ളൂ. കാരണം ഇപ്പോൾ ഇവിടെ സിയിൽ ഒരു സപ്പോർട്ട് സോണിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് 207 ഒരു സ്ട്രോങ് ആയ റെസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നതിൻ്റെ റീസൺ. അതായത് സിയിൽ ഇവിടെ ഒരു ടിപ്പുണ്ട്. ആ ടിപ്പിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഇടിച്ച് നിൽക്കുന്നത്. ആ ടിപ്പും കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാലേ 150 പോരത്തുള്ളൂ. 296 ലെവലിലാണ് ഇങ്ങനെ നിന്ന് കളിക്കുന്നത്. 157, 270, 298, 207, 337, 345. ഞാൻ തൽക്കാലം അവിടെ ഒന്ന് ബ്രേക്ക് എടുക്കുന്നുണ്ട്. കാരണം ഇനി നെക്സ്റ്റ് ക്യാൻഡിലിലെ ഒരു മൂവ്മെൻറ്റും കൂടെ നോക്കട്ടെ. 9:17 ഒരു 3 മിനിറ്റ് ചെറിയൊരു കൺസോൾട്ടേഷൻ വരും. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 212 പോകത്തുള്ളൂ. ആ 207 ചെറിയൊരു സ്ട്രഗിളും ഉണ്ട്.
അതേപോലെ സിയിൽ SMA അല്ല സിയിൽ ഇവിടെ ഒരു സ്ട്രഗിളും ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്യാനിൽ ഒരു കൺസോൾട്ടേഷന് ശേഷം ഒരു മൂവ്മെൻറ്റ് 210 മുകളിലോട്ടൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ ഒരു 2 പോയിൻറ്റും കൂടെ കിട്ടും. കാരണം എനിക്ക് വ്യൂ നന്നായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയൊരു പോയിന്റിൽ ഇറങ്ങിയത്. 211. പിന്നെ ഞാൻ ഇറങ്ങി കഴിയുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ടും പോകും. 212 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിലിൽ 220 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി മാർക്കറ്റിലുണ്ട്. ഇരുന്നൂറ്റി 215 215 ആയിട്ടുണ്ട്. 225 വരെ ലെവൽ നിൽപ്പുണ്ട്. അപ്പോൾ അടുത്ത റെസിസ്റ്റൻ്റ് ഇത് സി 150 എത്തുമ്പോൾ ഇത് എവിടെ എത്തും എന്നുള്ള കാര്യങ്ങൾ നോക്കണം. പി 219 ആണോ 220? ഓരോ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഒരു കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ എന്തുകൊണ്ട് ചാടി ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ആവറേജിക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യും. പക്ഷെ ഇപ്പം നമ്മൾ ലൈവിൽ വ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യൂവിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്ത്. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് മൈൻഡ് ഫ്രഷായിട്ട് ചെയ്യാം. പിന്നെ ആവറേജിങ് നമുക്ക് സ്വസ്ഥമായിട്ട് എപ്പോഴെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിൽക്കുന്ന ഈ മൂവ്മെൻറ്റ് 150 സപ്പോർട്ട് എടുക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് എവിടം വരെ പോകും അവിടം വരെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു 219 ബ്രേക്ക് ചെയ്താൽ പിന്നെ 225 പോകും. RSI സിയിലേക്ക് ഡൈവർജൻസ് ആവാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ ഒരു ഡൗണും കൂടെ വന്നാൽ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സിയിൽ എന്തായാലും ഞാൻ സിയിലൊരു കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 150 ആവറേജിങ് സോൺ മൈൻഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു സി എടുക്കാം. അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്നെയും ഡൗൺ ആയിക്കഴിഞ്ഞാൽ 130 അടുത്ത സപ്പോർട്ട് ഉള്ളത്. RSI ക്രോസ് ഓവറിൻ്റെ ഒരു ലെവല് വന്നിട്ടേ ഉള്ളൂ. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കൂടെ അടുത്ത ക്യാൻഡിലിൽ സിയിൽ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ക്രോസ് ഓവർ വന്നിട്ടില്ല. 150 സപ്പോർട്ട്. അവിടെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 142 മാർക്കറ്റ് ഡൗൺ ആവും. നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ 225 എന്നുള്ളൊരു ലെവലൊക്കെ നിൽക്കുന്നത് കാരണമാണ് ഇവിടെ നിന്ന് സി കയറാനൊരു ബുദ്ധിമുട്ട്. RSI ക്രോസ് ഓവർ ആയിട്ട് വരട്ടെ, നമുക്ക് സമയമുണ്ട്. പിന്നെ ആവറേജിങ് സിസ്റ്റത്തിൽ വല്ലതും 150 അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വരികയാണെങ്കിൽ സി ഒന്നും കൂടെ മാർക്കറ്റ് ഡൗണിലേക്ക് പോരും. കാരണം ഞാനിപ്പോൾ ആവറേജിങ്ങിന് വേണ്ടി ഒരു സി എടുത്തു കഴിഞ്ഞാൽ കൂട്ടത്തിലുള്ള എല്ലാവരും കൂടെ സി എടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിയിലെ യഥാർത്ഥ മൂവ്മെൻറ്റ് ഇന്നലത്തെ പോലെ ചിലപ്പോൾ മിസ്സാവും. അതുകൊണ്ടാണ് ഞാൻ എൻട്രി എക്സിറ്റ് കാണിക്കാത്തതിൻ്റെ റീസൺ. ഇപ്പോൾ അടുത്ത ക്യാൻഡിലിൽ ഒരു മൂവ്മെൻറ്റ് നോക്കാം. ഒരു RSI ക്രോസ് ഓവറിൻ്റെ വക്കിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അത് ക്രോസ് ഓവറായി കിട്ടിയിട്ടില്ല. ഇനി അടുത്തത് 150 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമേ ഡൗൺ ആവുള്ളൂ. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് സിയിൽ റിവേഴ്സ് ആവും. അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണോ റിവേഴ്സ് ആണോ എന്ന്. ഇപ്പം ഞാനിപ്പോൾ ഒരു എന്താ പറയണ്ടേ, രണ്ടും കൽപ്പിച്ച് ആവറേജിങ്ങിന് വേണ്ടി ഒരു ബൈ ഞാൻ അവിടെ അങ്ങ് എടുക്കുകയാണ്. സിയിൽ ആവറേജിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കണേ. ഞാൻ അടുത്ത ആവറേജ് ചെയ്യുവാണെങ്കിലും 128 ചെയ്യത്തുള്ളൂ. ഞാൻ ആവറേജിങ്ങിന് വേണ്ടി പിയുടെ മൂവ്മെൻറ്റ് ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ സിയിൽ ഒരു ആവറേജിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ പിയുടെ മൂവ്മെൻ്റ് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 150 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ഡൗണ് താഴത്തോട്ട് വരുമ്പോൾ PE 225 220 225 അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 229 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9:24 1 മിനിറ്റ് കൂടെ ഉണ്ട്.
നെക്സ്റ്റ് ക്യാൻഡിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ 150 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരണം, പി ഇ 220 മുതൽ 225 വരെ പോകണം. സെക്കൻഡ് ഓപ്ഷൻ സിയിൽ റിവേഴ്സായി മേളിലോട്ട് പോയി 207 വരെ പോകണം. ഈ രണ്ട് ഓപ്ഷനാണ് അടുത്ത രണ്ട് ക്യാൻഡിലിനുള്ളിലുള്ളൂ. അതനുസരിച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞ 220 മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ആ 220 കണ്ടിന്യൂ ചെയ്ത് പോയാലാണ് 225 മാർക്കറ്റ് പോകത്തുള്ളൂ. അല്ലെങ്കിൽ 151 മാർക്കറ്റ് റിവേഴ്സായി സിയിലേക്ക് പോകും. ആദ്യത്തെ റെസ്പെക്റ്റ് 150യിൽ ഒരു തവണ കൂടെ 150 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പി ഇ 220 ബ്രേക്ക് ചെയ്ത് 225 പോകും. ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് എന്ന് വെച്ചിട്ട് 225 ഇട്ട് പോകാതിരിക്കും എന്നല്ല ഇതിനർത്ഥം. ഒരു തവണ കൂടെ 150 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഒറ്റടി താഴത്തേക്ക് അടിക്കും. കാരണം RSIയിൽ ക്രോസ് ഓവർ ഒന്നും വന്നിട്ടില്ല, മാർക്കറ്റ് ബി സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ആവറേജിങ് ഉദ്ദേശിച്ചിട്ട് മാത്രം സി എടുത്തെന്നുള്ളൂ. ഒരു ഗ്രീൻ വന്നു എന്ന് വിചാരിച്ചിട്ട് സിയുടെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്നല്ല അർത്ഥം. ആദ്യത്തെ റെസ്പെക്റ്റ് അവിടെ കൊടുത്തെന്നുള്ളൂ. കാരണം 225 ഓൾറെഡി രാവിലെ തന്നെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നതാണ്. അതായത് നമ്മൾ പറഞ്ഞ SMA ന്യൂട്രൽ ഓപ്പൺ നേരെ ഡംപ് SMA സപ്പോർട്ട് എടുക്കാൻ വരുമെന്നാണ് നമ്മൾ പറഞ്ഞത്. 23,630 ഭാഗത്തേക്ക് ഒരു കൺസോൾട്ടേഷൻ സോൺ. അപ്പോൾ ഇവിടുത്തെ കൺസോൾട്ടേഷൻ 15 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. പക്ഷെ അത് ഗ്രീനിലേക്ക് കയറിയിട്ടില്ല. അത് ഗ്രീനിലേക്ക് കയറി ഇവിടെ കുറച്ച് നേരം SMAക്ക് ശേഷം ഒരു ഡൗണ് താഴത്തേക്ക് വന്നാൽ മാത്രമാണ് വലിയ അടുത്തൊരു പിയുടെ ഡംപ് മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഇന്നത്തെ ദിവസം ബുദ്ധി. അപ്പോൾ വീഡിയോ പോസായിരുന്നു. നമ്മൾ ആവറേജ് ചെയ്തത് കറക്റ്റ് 163 പോയി ഹിറ്റ് ചെയ്തു. അതിനുശേഷം നല്ല രീതിയിലുള്ളൊരു ഡംപാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, നമ്മൾ രാവിലോട്ട് പറയുന്നുണ്ട്, ഒരു 225 ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അതാണ് ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ക്യാൻഡലിൽ RSI റെഡിലേക്ക് കയറാതെ ഒരു മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ 163 ഒരു റിജക്ഷനാണ്. അവിടെ നിന്ന് ക്യാൻഡിൽ ചിലപ്പോൾ ഡമാർ പടാർ താഴത്തേക്ക് അടിക്കാം 142ലേക്ക്. കാരണം ഇവിടെ 225 ലെവൽ നേരത്തെ തൊട്ട് അവിടെ കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ഇനി റെഡിലേക്ക് കയറുമ്പോൾ അടുത്ത ആവറേജിങ്ങോ അല്ലെങ്കിൽ അടുത്ത റീ എൻട്രിയോ നമുക്ക് വീണ്ടും പോസിബിളായിട്ട് നോക്കാം. അപ്പോൾ ഇനി ഉള്ളൊരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 220 ബ്രേക്ക് ചെയ്താൽ 225ലേക്ക് 229ലേക്ക് RSI റെഡിലേക്ക് കയറുമ്പോൾ ഓൾറെഡി നമ്മുടെ 150 to 163 മൂവ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞു. അത് 160യിൽ ഇറങ്ങിയാലും ഓൾറെഡി 5 പോയിൻ്റ് എൻ്റെ 150യിലായിരുന്നു എൻ്റെ എൻട്രി. ഞാൻ ആവറേജ് ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ഒന്നും കൂടെ നോക്കാനുള്ളൊരു പരിപാടിയുണ്ട്. പക്ഷെ അത് ഇപ്പം കയറണോ അതൊരു 140യിൽ കയറണോ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഈ 225 രാവിലെ തൊട്ടിങ്ങനെ കളിച്ച് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരൊറ്റടി 125 220 to 225 229 ഹിറ്റ് ചെയ്തായിരുന്നെങ്കിൽ താഴത്തുനിന്ന് ഒരു റീ എൻട്രി അഗെയിൻ സിയിൽ ഒരെണ്ണം കൂടെ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അത് RSI ക്രോസ് ഓവർ ആവുന്ന വരെ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്യാവുന്ന ഒരു വ്യൂവും കൂടെ ഇനി എന്തായാലും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. ഇവിടെ ചാടിക്കേറി എന്തായാലും എടുക്കുന്നില്ല. അല്ല പിന്നെ 162 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 178ലേക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നോർമലി നമുക്ക് ഈ 225 ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് ഇവിടെ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ആവറേജ് ചെയ്തൊക്കെ ഹോൾഡ് ചെയ്യായിരുന്നു. പക്ഷേ ഈ 225 229 ആ ഒരു കണ്ണിൽ പെട്ടത് കാരണം അത് സിയിലെടുത്തിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നിലവിലുണ്ട്. ഇനിയൊരു എൻട്രി ഓൾറെഡി ഇപ്പുറത്തൊരു 5-6 പോയിൻറ്റും ഇവിടെ ഒരു 5-6 പോയിൻറ്റും കിട്ടിയിട്ട് നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ
ഒരു നോർമൽ രീതിയിൽ നടന്നിട്ടുണ്ട്. ഇനി നല്ലൊരു എൻട്രി വല്ലതും കിട്ടുവാണെങ്കിൽ നമുക്ക് ആവറേജിങ് മെത്തേഡിൽ ഒരെണ്ണം കൂടെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. മേ ബി ഈ മൂവ്മെൻറ്റ് 145 കയറി അങ്ങ് പോയേക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഈ 220 നിൽക്കുന്നിടത്തോളം കാലം എൻ്റെ മനസ്സിലൊരു എൻട്രി എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇന്നിപ്പോൾ എൻട്രി കിട്ടിയില്ലെങ്കിലും നമുക്ക് വിഷയമില്ല. പക്ഷെ ആ ഒരു ലെവൽ നിൽക്കുന്ന കാരണമാണ് എനിക്ക് ഇവിടെ നിന്ന്. പിന്നെ ആവറേജിങ്ങിനാണെങ്കിൽ എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഒരൊറ്റടി താഴത്തോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ സാധനം 20 to 29 ചെല്ലും. അപ്പോൾ അത് കിട്ടിയാലും അത്രയും നല്ലതല്ലേ. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ ഒരു RSI റെഡിലേക്ക് എത്തുന്നവരെ സമയമുണ്ട് താഴത്തോട്ട് വരാൻ, അല്ലാതെ മേളിലോട്ട് പോകാനല്ല. അതായത് ഈ പിയുടെ RSI താഴത്തോട്ട് വരുന്നത് വരെ 229 220 മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. ഒരു ലോങ് ഹോൾഡിംഗ് ഒക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ 15 മിനിറ്റ്സിലും RSI ക്രോസ് ഓവർ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ RSI ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് വന്ന വഴി മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ കളിക്കത്തുള്ളൂ. മാക്സിമം തൽക്കാലം ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു സേഫ് സോൺ എന്ന് പറഞ്ഞാൽ 160-62 ബ്രേക്ക് ചെയ്താൽ SMA 186 അതേപോലെ PE 220 ബ്രേക്ക് ചെയ്താൽ 225 to 229 അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ഏതെങ്കിലും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ വളരെ ക്ഷമയോടും സമാധാനത്തോടു കൂടി ഇന്ന് നമ്മൾ സമീപിക്കാം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കയറി പോകണമെങ്കിൽ പോവാം, പോവാതിരിക്കാം, സെക്കൻഡറി ആണ്. അപ്പോൾ SMA ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, 160 ആയിട്ടുണ്ട്. RSI ഗ്രിഡിലേക്കും കൂടെ കയറിയാൽ ഇവിടെ നിന്ന് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എഗെയിൻ 174 മാർക്കറ്റിലേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടണേ. 164 165 ഇപ്പം ഇവിടെ ഗ്യാപ്പ് ഫില്ലിങ്. ഇപ്പോൾ ഇവിടെ വയലറ്റ് ലൈനിൻ്റെ ബോട്ടത്തിലാണ് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നിലവിലുള്ള C ക്യാൻഡിൻ്റെ ഓവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ SMA മൂവ് ചെയ്യണത്. ഓരോന്നിനും ഓരോ കണക്കുകളുണ്ട്, വന്ന് മുട്ടി നിൽക്കുന്നതിന് ഓരോരോ കണക്കുകളുണ്ട്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് റെഡിലേക്ക് കയറുമ്പോൾ ഒരു റിജക്ഷൻ. അപ്പോൾ ആ റെഡിലേക്ക് കയറുമ്പോൾ ഉള്ള റിജക്ഷൻ എവിടെ വരും എന്നുള്ളതാണ് നെക്സ്റ്റ് 5 മിനിറ്റിലെ ക്വസ്റ്റ്യൻ. 175 നിന്നാണോ നെക്സ്റ്റ് ക്യാൻഡിൽ അതേപോലെ ഡൗൺ ആണോ എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. ഓരോ റെസിസ്റ്റൻസ് കഴിയുമ്പോഴാണ് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഈ മൂവ് RSI സസ്റ്റെയിൻ ചെയ്ത് നല്ലൊരു മൂവ്, അതായത് ഇവിടുത്തെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് ശേഷം ഈ മൂവ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനി 3 ടാർഗറ്റേ ഉള്ളൂ. ഒന്ന് SMA 175, രണ്ടാമത്തത് 186, മൂന്നാമത്തത് 207. ഈ 3 ടാർഗറ്റ് ഇനിയുള്ളൂ. അത് എവിടെ വേണം എങ്ങനെ വേണമെന്നുള്ളത് ഇപ്പം ഈ പറഞ്ഞ പോലെ 175 മേളിലോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ മെജോറിറ്റി പോർഷൻ കൊടുക്കാം. ബാക്കിയുള്ളതിൽ 21 പോയിന്റ് ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാം, പ്രശ്നങ്ങളില്ല. അത് പതുക്കെ കറങ്ങിത്തിരിഞ്ഞ് 207 എത്തുന്നുണ്ടെങ്കിൽ RSI മേളിൽ പോയിട്ട് എവിടെ ക്രോസ് ഓവർ ആവുന്നോ അത്ര നേരം ഹോൾഡ് ചെയ്യാനുള്ള ചങ്കുറപ്പ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 3 കാര്യങ്ങളാണ് RSIയുടെ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ അത് മേളിൽ പോകുമ്പോഴത്തേക്കും ഒരു 70 തൊട്ട് 100 പോയിന്റ് വരെ കിട്ടും. രണ്ടാമത് ചിലപ്പോൾ 10-20 പോയിന്റോ കോസ്റ്റ് ടു കോസ്റ്റ് അടിക്കാം, അല്ലെങ്കിൽ നമ്മളെ എടുത്ത എൻട്രി പോയിന്റിൻ്റെ അവിടം വരെ വരാം. മൂന്നാമത്തെ കേസ് ഭയങ്കര ബിഗായിട്ടുള്ള ക്യാൻഡിലാണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ന്യായമായിട്ടുള്ള ഒരു ലോസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി സിനാരിയോ പ്രകാരം ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഞാനതിൽ മെജോറിറ്റി നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു 3 ലോട്ട് 4 ലോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 21 പോയിൻറ്റ്സിൽ 2 ലോട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇട്ടിട്ട് ക്രോസ് ഓവർ വരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അതിൽ കിട്ടുവാണെങ്കിൽ ബോണസ്, ഇല്ലെങ്കിൽ വേണ്ട, കോസ്റ്റ് ടു കോസ്റ്റിൽ അടിച്ചു പൊക്കോട്ടെ. ഓൾറെഡി നമുക്ക് സേഫ് സോണിൽ 2 ലോട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ഇവിടെ ഇപ്പോൾ 2 ലോട്ടാണെന്നേ ഉള്ളൂ. നേരത്തെ 6 ലോട്ട് 3 ലോട്ടൊക്കെ എടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോഴത്തെ സെനാരിയോ പ്രകാരം 2 ലോട്ടാകുമ്പോൾ ഓൾറെഡി പഴയ 6 ലോട്ടിൻ്റെ ഗുണമായി. അപ്പോൾ 3 ലോട്ട് ഒരു ടാർഗറ്റ് കൊടുക്കുക,
ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്ത് വെക്കുക, ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരുന്നവരെ. ഇപ്പോൾ റെഡിലേക്ക് RSI കയറിയിട്ടുണ്ട്. പ്രീവിയസ് ക്യാൻഡലിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ സേഫായിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റിന് പൊക്കത്തോട്ട് കയറ്റി വെക്കാൻ പറഞ്ഞത്. ഇവിടെ ഡോജി ക്യാൻഡിലോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചെയ്താൽ ഫസ്റ്റ് ട്രിഗർ പോയിന്റ് 172, സെക്കൻഡ് 186, തേർഡ് 207, ഫോർത്ത് 235. അത് അങ്ങോട്ട് പോകില്ലയോ എന്നൊക്കെ നമുക്ക് ഓട്ടത്തിനെ മനസ്സിലാവത്തുള്ളൂ. അല്ലാണ്ട് ഇത് ഇത്രയിടം വരെ പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ആകെയുള്ളൊരു പോസിബിലിറ്റി നിലവിലുള്ള പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ പി ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിംഗ് ഇട്ട് വരത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ക്യാൻഡലിന് ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അത് പോയാലും 203, 205 എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ഉണ്ട്. അത് കവറപ്പ് ചെയ്താൽ മാത്രമാണ് പിയിൽ 212 മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ സാധനം ഗ്യാപ്പ് ഫില്ലിങ്ങിന് പി താഴത്തോട്ട് വരും, ഗ്യാപ്പ് ഫില്ലിങ്ങിന് സി മേളിലോട്ടും പോകും. എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ 171.40 അവിടം വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. എന്നാൽ 172.78. അപ്പോൾ നമ്മളിന്ന് രാവിലെ ഓൾറെഡി വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാത്തിനും ഒരു പോയിന്റ് ബഫർ സോൺ ഇട്ട് കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോകണം, ബഫർ സോൺ ഇട്ട് കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോകണം. കറക്റ്റ് ലൈൻ മുട്ടാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന് ഇന്ന് രാവിലെ നമ്മൾ ലൈവിന് മുമ്പ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തു പറ്റി? 171 വരെ പോയി നോക്കി നിന്നിട്ട് തിരിച്ച് ഡോജി ക്യാൻഡലായിട്ട് താഴത്തോട്ട് വന്നു. അപ്പോൾ 172 പകരം 171 ബഫർ സോൺ ഇട്ടിരുന്നെങ്കിലോ 150 തൊട്ട് 22 പോയിന്റ് 1500 രൂപ എങ്ങും തൊടാതെ കിട്ടിയേനെ. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ബഫർ സോൺ വന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു വയലറ്റ് ലൈനിൻ്റെ എക്സാക്റ്റ് ചോട്ടിലാണ് വന്നിട്ട് മാർക്കറ്റ് ടിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൈവിലൊക്കെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കണം. ഇന്ന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടോ? സാധാരണ പറയുന്നതൊന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് പറഞ്ഞാൽ നമുക്ക് കുറേശ്ശെ പോയിന്റ് എടുത്തിട്ട് ക്യുമുലേറ്റീവ് ആയിട്ട് കൂട്ടാം. മാർക്കറ്റ് ബഫർ സോൺ ടാർഗറ്റ് എത്തുന്നതിന് ബഫർ സോൺ ഇട്ടിട്ട് നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യണം. ഇനിയുള്ളത് റെഡിലേക്ക് മുട്ടുമ്പോൾ നമ്മൾ പറഞ്ഞത് SMA ചെന്നിട്ട് മുട്ടിയിട്ട് തിരിച്ചു വരും. ഇപ്പോൾ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോഴത്തേക്കും SMA 172.55 പകരം ചിലപ്പോൾ 170 ആയിരിക്കും. അപ്പോൾ അടുത്ത ക്യാൻഡിൽ SMA വരെ 170 മുട്ടുന്നതിനും ബെറ്റർ അല്ലേ ആദ്യത്തെ മൂവിൽ തന്നെ ബഫർ സോൺ ഇട്ട് ഇറങ്ങുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞത് 171 ബഫർ സോൺ ഇട്ട് ആദ്യം ഇറങ്ങി, അടുത്ത SMA ഫോം ചെയ്യുമ്പോഴത്തേക്കും 170.40 ആയിരിക്കും, ഒരു പോയിന്റ് താഴത്തായിരിക്കും. അപ്പോൾ അവിടെ 170 SMA വന്ന് മുട്ടുന്നതിനും ബെറ്റർ അല്ലേ തൊട്ട് മുമ്പ് ബഫർ സോൺ ഇട്ട് ഇറങ്ങണമെന്നാണ് ഞാൻ കഴിഞ്ഞ ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ ചോദിച്ചത്. അത് അതേപോലെ തന്നെ സംഭവിക്കുമെന്ന് ഈ ക്യാൻഡിൽ നമുക്കറിയാൻ പറ്റും. അപ്പം അങ്ങനെ മുട്ടുവാണെങ്കിൽ അങ്ങനെ പറയാൻ ചോദിച്ചത് ദൈവാനുഗ്രഹം എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ 167 SMA ടച്ച് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ബഫർ സോൺ കീപ്പ് ചെയ്തിരുന്നെങ്കിൽ ടെൻഷൻ ഇല്ലാതെ ഒരു 4 പോയിന്റും കൂടെ കൂടുതൽ അവിടെ കിട്ടിയേനെ. ഇനി ഇവിടുന്ന് 145 ഫാളാവോ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് 186 പോകുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രം ഇനി നോക്കാനായിട്ടുള്ളൂ. അപ്പോൾ RSI ഓൾറെഡി 50% നിൽക്കുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് ചെയ്ത് RSI എവിടെ ക്രോസ് ഓവർ ആവുന്നോ അവിടം വരെ. അപ്പോൾ ഇത് RSI ക്രോസ് ഓവർ ആകുമ്പോൾ ഇനിയുള്ള ടാർഗറ്റ് ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത നെക്സ്റ്റ് 186 അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത ഈ RSI ക്രോസ് ഓവറായി ഗ്രീനിൽ കയറുമ്പോൾ 207 ചെന്ന് നിൽക്കുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. അതിൽ ഞാനീ പറഞ്ഞ ഓപ്ഷനേ ഉള്ളൂ. 2 ലോട്ട് താഴത്തുനിന്ന് എടുത്തിരുന്നെങ്കിൽ 20 പോയിന്റിൽ ഒരു ലോട്ട് കൊടുക്കുക, ബാക്കി ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റിലോ 2 പോയിന്റോ കയറ്റിയിട്ട് ബ്രോക്കറേജ് കാശ് കൊടുത്തിട്ട് കയ്യും കെട്ടിയിരിക്കുക. ഒന്നെങ്കിൽ ശുക്രനായിട്ട് 186 217 പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കണം, അങ്ങനെ എടുത്തവിടെ ഇടണം. അപ്പം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയെന്നുമായി. അതർ സൈഡ്
മാർക്കറ്റ് മൂവ് ആയി. ആ ഒരു സിസ്റ്റം ആവറേജിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 1.240 പകരം 2.48 ആക്കേണ്ടി വരും എന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എൻട്രി എടുത്തു, കറക്റ്റായിട്ട് എവിടെ ഇറങ്ങി, SMA ടച്ച് ചെയ്തു, ഒരു 4 പോയിൻ്റ് വ്യത്യാസത്തിൽ ഇറങ്ങി. കാര്യങ്ങൾ നേരെ ഇതേ ഡബിൾ ബോട്ടം അടിക്കാൻ താഴത്തോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ആവറേജിങ്ങിന് വേണ്ടിയിട്ട് നോക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം. ഇവിടെ വീണ്ടും ഒരു റീ എൻട്രി നമുക്ക് വേണമെങ്കിൽ പോസിബിളാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് മുകളിലോട്ട് പോയാലും മാക്സിമം പോകാൻ പോകുന്നത് 229 വരെ. കാരണം നിലവിലുള്ള പി ക്യാൻഡിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. RSIയിൽ ചെറിയൊരു മടക്ക് വരുന്നുണ്ട്. ആവറേജിങ് പൊസിഷനിൽ വല്ലതും ഇവിടെ നിന്ന് എടുത്ത് നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം 150 ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 150 149 എന്നുള്ള ഡബിൾ സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിൽ എൻട്രി എടുത്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോയാൽ കയറി അങ്ങ് പോകും, താഴത്തോട്ട് പോയാൽ ആവറേജിങ്, അത്രേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പിയിൽ താഴത്തെ ലെവലിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഭാഗത്തേക്ക് ഒരു ടിപ്പ് താഴത്തോട്ട് വരാനായിട്ടുണ്ട്. അതുകൊണ്ട് മേ ബി റിവേഴ്സ് ആയേക്കാം. ഇല്ലെങ്കിൽ പോട്ടെ, താഴത്തുനിന്ന് ആവറേജ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പോൾ 150 നിന്നാണ് എൻട്രി എടുത്തത്, 153 സാധനം നിൽക്കണേ. ഒരു പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അത് കൊടുത്താലും ഒന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഇത് തിരിച്ച് റിവേഴ്സ് കയറി എഗെയിൻ 165 ബ്രേക്ക് ചെയ്താൽ പിന്നെ സാധനം 186 നോക്കിയാൽ മതി. അപ്പം 150 നിന്ന് എടുത്താലും 4 പോയിൻ്റാണ്. 4 പോയിന്റ് എന്ന് പറഞ്ഞാൽ 300 രൂപ കേട്ടോ. അപ്പോൾ എത്രയേ 150 ആ റിവേഴ്സിൽ നമ്മൾ എടുക്കാൻ പറഞ്ഞ സ്ഥലത്ത് എടുത്താൽ പ്രീവിയസ് ക്യാൻഡിൽ അതിന് മുമ്പത്തെ ടിപ്പിലേക്ക് ഡിപ്പ് വരും, റിവേഴ്സ് വരും. ആ മൂവ്മെൻറ്റ് എത്ര പോയിൻ്റായി? 150 തൊട്ട് 60 വരെ ഒറ്റ വലിവിലാണ് 10 പോയിൻ്റ്. 2 ലോട്ടിലാണെങ്കിൽ 750 രൂപ. അത് അവിടെ ഒരെണ്ണം കൊടുത്തിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റിന് 1 പോയിൻ്റ് പൊക്കത്ത് വെച്ചാലും 2 ലോട്ടിലാണെങ്കിൽ 1500 രൂപ. ഈ ഒരു ഒറ്റ വലിവിൽ 1 പോയിൻ്റ് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ 750 രൂപ കയ്യിരിക്കും. ഈ മൂവ്മെൻറ്റ് 165 ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇന്നത്തെ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ 171, അതർവൈസ് 186. പക്ഷേ 165 മുകളിലോട്ട് പോകണം. അപ്പം എന്നാലും നമ്മളെ 150 നിന്ന് ഇവിടെ ഇറങ്ങി 150 എന്നുള്ള വലിവിൽ വീണ്ടും കയറി 157 വരെ വന്നിട്ടുണ്ട്. ഇനി RSI ക്രോസ് ഓവർ ആകുമ്പോൾ എവിടെ നിൽക്കുമെന്ന് നോക്കാം. ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ 150 145 സ്റ്റോപ്പ് ലോസ് ഒന്നെങ്കിൽ ഹിറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്രോസ് ഓവർ ആകുമ്പോൾ 2 ലെവലുകളാണ്. ഒന്ന് 186, രണ്ടാമത്തത് 207. അങ്ങനെ വരുവാണെങ്കിൽ ആ സമയത്ത് നമുക്ക് വീഡിയോ ഓൺ ചെയ്യാം. അതുവരെ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. നമ്മൾ ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 10:30 ശേഷം 10:30 കഴിഞ്ഞിട്ട് എന്തായാലും മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് വരത്തുള്ളൂ. അതുവരെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 15 മിനിറ്റ്സിൻ്റെ RSI ഓൾറെഡി ഹാഫ് പോർഷനിലാണ് നിൽക്കുന്നത്. ആ RSI കറങ്ങിത്തിരിഞ്ഞ് വരാനുള്ള ഒരു സമയം കൊടുത്തിട്ട് മാർക്കറ്റിലൊരു മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഉച്ചയ്ക്ക് ശേഷം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും സാധനം 207 നിൽക്കത്തുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഇനിയിപ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും കാര്യമായിട്ടില്ല. 165 പുറത്ത് കടക്കണം. പുറത്ത് കടന്നാലേ നമുക്കിനി എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ബ്രേക്ക് ഔട്ട് സിയിലേക്കാണെന്നുണ്ടെങ്കിൽ 2 ടാർഗറ്റേ ഉള്ളൂ. ഒന്ന് 186, സെക്കൻഡ് ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് ഒരു 199, തേർഡ് 207. 2:30 ശേഷം അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് മേളിലോട്ട് കിട്ടിയാൽ 235 ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. എന്തായാലും പിയിലേക്ക് നമ്മൾ എന്തായാലും ഇന്ന് അധികം കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അതുവരെ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഇനിയുള്ള 2 വ്യൂ ഞാൻ ഓൾറെഡി ഇവിടെ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 165 തൊട്ട് 171, അവിടെ നിന്നൊരു കറക്ഷന് ശേഷം ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ 186, പിന്നെ 207. അതേപോലെ പിയിൽ 212 മുകളിലോട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 220, അവിടുത്തെ കറക്ഷന് ശേഷം ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 229, 248.
അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് 220 മാർക്കറ്റ് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 229 രാവിലെ തൊട്ട് നമ്മൾ കാത്തു കെട്ടി വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് 229 ബ്രേക്ക് ചെയ്ത് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 248ലേക്കാണ് അടുത്ത മൂവ്. അപ്പോൾ അവിടം വരെ എത്തുമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. RSIയിൽ ചെറിയൊരു ക്രോസ് ഓവർ വന്നിട്ടുമുണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് ആ 229 മനസ്സിൽ കിടക്കുന്നത് കാരണം മാത്രമാണ് നമ്മൾ രാവിലെ തൊട്ട് ആ ലൈൻ അവിടെ വരച്ചിട്ട് കാത്ത് കെട്ടി ഇരുന്ന് അതെടുത്തത്. ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്യാറായിട്ടുണ്ട്. 248 ഹിറ്റ് ചെയ്യാറായിട്ടുണ്ട്. 246 അപ്രോക്സിമേറ്റ്, അതായത് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് 220 തൊട്ട് 248 വരെ 28 പോയിന്റ്. രാവിലെ തൊട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യണം. എവിടെ സി എടുത്താലും എൻ്റെ മനസ്സിൽ 229 എന്നുള്ള ലെവല് ലോക്ക് ചെയ്ത് കിടക്കുന്നത്രോളം കാലം വലിയ ഹോൾഡിങ് സിയിലേക്ക് കൊണ്ടുപോകില്ല. 10:30ക്ക് ശേഷം ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ആ മൂവ്മെൻറ്റ് പിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ലെവൽ ഓൾറെഡി 248 ആണ്. അത് ബഫർ സോൺ ഇട്ട് കീപ്പ് ചെയ്താലും 246.75 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു 5 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിയപ്പോഴേ നമ്മൾ പറഞ്ഞു കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കണം. അതെന്താണ് ആ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ പോയിന്റ് ബുക്ക് ചെയ്ത് മാറണമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ രാവിലെ തൊട്ട് 225 229 പലതവണ നമ്മളെ കൊതിപ്പിച്ചതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടുള്ളൊരു വ്യൂ നമ്മൾ പറഞ്ഞത്. 220 മുകളിലോട്ടുള്ളൊരു വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ 229 അവിടെ നിന്ന് മൂവ് ചെയ്താൽ 248, അവിടെ നിന്ന് നല്ലൊരു പോയിന്റ് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ 267ലേക്ക്. നേരെ മറിച്ച് ഇവിടെ 165 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ 186 2067ലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിവേ വളരെ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ലോവിൽ ഒരു ഫസ്റ്റ് സപ്പോർട്ട് അവിടെ നിന്ന് ചെറിയൊരു റിവിഷൻ വന്നിട്ടുണ്ട്. ഇനി അഗെയിൻ ഈ സിയുടെ പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് പോയാൽ താഴത്തോട്ട് ഫാൾ ആവത്തുള്ളൂ. 248 എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ തൊട്ട് പറഞ്ഞ അതേ കാര്യം, നമ്മൾ വരച്ച ലൈനാണ് ബ്ലൂ ലൈൻ. അപ്പം അത് ബഫർ സോൺ ഒരു പോയിന്റ് ഇടണം എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കിയാലും ആ ക്യാൻഡലിൻ്റെ ഹൈ വന്നേക്കണത് 246 പോയിൻറ്റ് സംതിങ് ആണ്. 1.5 പോയിൻറ്റിൻ്റെ ബഫർ സോണാണ്. ഒന്നും പറയാറായിട്ടില്ല. RSI ക്രോസ് ഓവറാണ്. 248 ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോണത് 267ലേക്കായിരിക്കും. അപ്പോൾ രാവിലെ തൊട്ട് നമ്മൾ 226 നിന്നതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ അതിങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ആ 226 229 മനസ്സിൽ കിടക്കുന്ന കാരണം എനിക്ക് വലിയ ലോങ് ഹോൾഡിങ് സിയിലേക്ക് പറ്റുന്നില്ല. അത് മനസ്സിലൊരു തീരാവേദന പോലെ അങ്ങനെ കിടക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം ചാർട്ട് നമ്മളോട് പറഞ്ഞു, നമ്മുടെ മനസ്സിലത് തോന്നി. അങ്ങനെ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ചാർട്ടും നമ്മളായിട്ടൊരു ആത്മബന്ധം വേണം, എങ്കിലേ അത് സാധ്യമാകത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് 248 ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 267 നോക്കിയാൽ മതി. ഇപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡലിൽ അറിയാം റിവേഴ്സ് ആണോ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണോ എന്ന് അടുത്ത ക്യാൻഡലിൽ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ 220 പറഞ്ഞ എൻട്രി 220 അല്ല, നമ്മൾ അതിന് താഴത്താണ് എൻട്രി പറഞ്ഞത്. ആ ഒരു എൻട്രി കിട്ടിയാലും ഇപ്പോൾ ഓൾമോസ്റ്റ് 2000-2100 രൂപ ഈസി ആയിട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ 6 മാസമായിട്ട് വെയിറ്റ് ചെയ്താണ് 75 രൂപ പ്രീമിയം ആക്കണമെന്നുള്ളത്. നമ്മൾ ഈ 25 രൂപ ഒരു 2500 രൂപ ആക്കണമെന്നുണ്ടെങ്കിൽ എത്ര പോയിന്റ് സിംഗിൾ ലോട്ടിൽ റൈഡ് ചെയ്യണം. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ സിംഗിൾ ലോട്ട് എടുക്കാതിരിക്കാൻ യാതൊരു വിധ നിവൃത്തിയില്ല. സിംഗിൾ ലോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും 75 രൂപയാണ്. അപ്പോൾ ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ധൈര്യപൂർവ്വം സിംഗിൾ ലോട്ട് എടുക്കുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് 2000-2500 ശ്രദ്ധിച്ചിരുന്നാൽ കിട്ടും നല്ല രീതിയിൽ. നമ്മൾ 10:30ക്ക് ശേഷമാണ് നമ്മൾ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ ഏത് സൈഡിട്ടാണെങ്കിലും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് 2 എൻട്രി പ്രൈസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ
അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. 10.58 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി 267 വരെ പോകണം. അടുത്ത 2-3 ക്യാൻഡിലിനുള്ളിൽ അത് നമുക്ക് എന്തായാലും 3 ക്യാൻഡിൽ അല്ലെങ്കിൽ 4 ക്യാൻഡിൽ അതിനപ്പുറം ഒന്നും പോവില്ല. കാരണം ഇൻ ബിറ്റ്വീൻ ഹിഡൻ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയാസിൽ 2 അല്ലെങ്കിൽ 3 അതിനപ്പുറത്തെ ക്യാൻഡിലിനുള്ളിൽ ഡൈവർജൻസ് ഉണ്ടാവും. പക്ഷേ പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് 5 മുതൽ 15 ക്യാൻഡിൽ വരെ കൺസോൾട്ടേഷൻ വരുന്നത്. ആ ഏരിയ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 2 ലോട്ടാണ് എടുക്കണമെങ്കിൽ 249 250 മെജോറിറ്റി പോർഷൻ കൊടുക്കാം. ബാക്കിയുള്ളത് എന്ത് ചെയ്യണം? 220 നിന്ന് ഒരു 10 പോയിന്റ് കയറ്റി വെക്കുക. ഒരു 230 വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക. ഒന്നെങ്കിൽ 267, ഇല്ലാന്നുണ്ടെങ്കിൽ 10 പോയിന്റ്. അപ്പോൾ ഒരു ലോട്ട് നമുക്ക് സേഫാണ്. ഈ ഒരു തീരുമാനം മാത്രമാണ് അടുത്ത് എടുക്കാവുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ എന്തായിരിക്കണം? 229 അത് ഹിറ്റ് ചെയ്ത് പോകണം, ഇല്ലെങ്കിൽ എനിക്ക് എന്തായാലും 267 കിട്ടണം. ഈ 2 തീരുമാനമായിരിക്കണം അടുത്ത മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പഠിക്കത്തുള്ളൂ. എടുത്ത ഒരു ലോട്ട് കണ്ടിന്യൂസ് ഹോൾഡ് ചെയ്യാനുള്ള മനക്കരുത്ത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. പക്ഷെ എടുക്കുന്നത് 2 ലോട്ടാണെങ്കിൽ ഒരെണ്ണം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ രണ്ടാമത്തത് ഒരു ടാർഗറ്റിനോ ഒരു സ്റ്റോപ്പ് ലോസിനോ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു മനസാന്നിധ്യം കിട്ടും. കാരണം ഓൾറെഡി നമുക്ക് കിട്ടാനുള്ള സിംഗിൾ ലോട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ആവറേജിങ് ആണ് പറഞ്ഞത്, പക്ഷെ അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പക്ക ഡയറക്ഷനും ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ആവറേജിങ് വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവന് ഡയറക്ഷൻ അറിയില്ല, അല്ലെങ്കിൽ ഇവൻ എല്ലാ ദിവസവും ആവറേജ് ചെയ്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കണം, ഇവനൊരു യഥാർത്ഥ ട്രേഡർ അല്ലാന്നെങ്കിലും തോന്നിയ നാണക്കേടല്ലേ. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഒരു ആവറേജിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തെന്നേ ഉള്ളൂ. അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് ദെൻ നമ്മൾ കറക്റ്റ് SMAയിൽ ടച്ച് ചെയ്തു. അതിനുശേഷം താഴത്തോട്ട് ബ്രേക്ക് ഔട്ടായി നമ്മളുടെ ഒരു ഏരിയ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതിനുശേഷം ബ്രേക്ക് ഔട്ടിൽ നമ്മുടെ ടാർഗറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ 229 കയറ്റി വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ 267 ടച്ച് ചെയ്യുക. ഇത് ഏതാണെങ്കിലും നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. അപ്പം നമ്മൾ 212 നമ്മൾ എനിക്ക് തോന്നണത് ഞാനൊരു എൻട്രി നമ്മൾ പ്ലാൻ ചെയ്ത് 212 ഏതിൻ്റെ എൻട്രി? പിയുടെ എൻട്രി നമ്മൾ പ്ലാൻ ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സി ബൈ അബവ് 165 to 171 181 201. SL 80 എന്നാണ്, ഏരിയ 157. PE എബവ് ക്യാൻഡിൽ ക്ലോസ് ഓർ 212 to 225 229 248. അതാണ് 3 ടാർഗറ്റ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൽ 248 ആണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതായത് ഒരു സേഫ് സോൺ. ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രെയിൽ ചെയ്ത് വെച്ചത് ഒന്നെങ്കിൽ ഹിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ സാധനം 267 ചെല്ലുക. അത് ഫൈനൽ ടാർഗറ്റ്. RSI ഓൾറെഡി പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കറങ്ങി തിരിഞ്ഞിട്ടാണെങ്കിലും ചെല്ലുമാറാവട്ടെ എന്ന് കരുതി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിന്ന് എല്ലാത്തിലും 5 പോയിന്റ് ബഫർ സോൺ ഇട്ടിട്ടാണ് പറഞ്ഞിരിക്കണേ. എല്ലാം ബഫർ സോൺ ഇട്ടിട്ടാണ് പറഞ്ഞിരിക്കണേ. 5 പോയിൻ്റാണ് കുറച്ചിട്ട് എല്ലാ ടാർഗറ്റും പറഞ്ഞിരിക്കുന്നത്. 229 പകരം 225 ആദ്യം പറഞ്ഞത്. ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ 244.75 ബേസ് ചെയ്തിട്ടാണ് 5 പോയിന്റ് താഴ്ത്തി 248 പറഞ്ഞത്. ഇതിന് മുകളിലോട്ട് പോയാൽ 267 പോട്ടെ, ഇല്ലെങ്കിൽ 229 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഒരു ലോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പോകൂ ഇല്ലയോ എന്ന് ആലോചിച്ച് നിൽക്കും. അത് തിരിച്ച് താഴത്തോട്ട് അടിക്കും. അയ്യോ അവിടെ ബുക്ക് ചെയ്യായിരുന്നു, ഇവിടെ ബുക്ക് ചെയ്യായിരുന്നു, മറ്റെവിടെ ട്രെയിൽ ചെയ്ത് വെക്കായിരുന്നു, എന്തിനാണ് ആ പാട് കഴിക്കണേ? റിസ്ക് എടുത്തിട്ട് ഒരു 2 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം സേഫ് സോണിൽ ഇറങ്ങാം, മറ്റേത് കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് ടാർഗറ്റോ സ്റ്റോപ്പ് ലോസ് കിട്ടിയ മാസത്തിൽ 4 എണ്ണം ലോട്ടറി ഉറപ്പാണ്. 100 പോയിൻറ്റോ 150 പോയിൻറ്റോ 4 എണ്ണം മാസം ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ട്രേഡിലെല്ലാം ഒരു 10 പോയിന്റ് വെച്ചിട്ട് കിട്ടിയിട്ട് ഒരു ലോട്ടിൽ ഏതെങ്കിലും 4 എണ്ണം 400 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ 28,000 രൂപ എങ്ങും തൊടാതെ കയ്യിൽ കിട്ടും. കിട്ടില്ല എന്നാണ് ആർക്കെങ്കിലും വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ തയ്യാറാണ്. പക്ഷെ അവരെൻ്റെ കൂടെ ലൈവിൽ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ, വിശ്വാസമില്ലാത്ത ആളുകൾക്ക്. ഇന്നലെ 100 പോയിന്റ് റൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ലൈവ് വീഡിയോ 100 പോയിന്റ് പക്ക 130 പോയിന്റാണ് റൈഡ് ചെയ്തത്.
ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കിയാലും 212 നമ്മൾ ബ്രേക്ക് ഔട്ട് പറഞ്ഞത്. 212 15 എടുത്താലും എത്ര പോയിൻ്റായി? 215 എടുത്താലും 50 വരെ ആകുമ്പോഴത്തേക്കും 15 20 35 പോയിൻ്റായി. ഒരു ലോട്ടിൽ 2100, 2 ലോട്ടിലാണെങ്കിൽ 4800. അതിൽ ഒരെണ്ണം ഒരു 3000 രൂപയിൽ ലോക്ക് ചെയ്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചാലും ലാഭമല്ലേ? ഇപ്പം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് സിയിൽ ഒരു എൻട്രി എടുക്കാം, അത് ചിലപ്പോൾ മുകളിലോട്ട് പോകും. അപ്പോൾ സിയിൽ ഒരു 127 എൻട്രി എടുത്തു. അപ്പോൾ വേണ്ട, അതിൻ്റെ സ്ട്രൈക്കൊന്ന് നമുക്ക് മാറ്റി പിടിക്കാം. പറയാൻ വന്ന സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൻ്റെ കാര്യമാണ്. നെക്സ്റ്റ് വീക്ക് 23,600 23,600 സി 550 വന്ന് ചാടി കിടക്കണേ. വേണ്ട, നമുക്ക് തീരുമാനിച്ച് തന്നെ മതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ സി എല്ലാവരും ഒരു എൻട്രി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഓക്കെ, കുഴപ്പമില്ല. സിയിലൊരു ലോങ് ഹോൾഡിങ് വേണമെങ്കിൽ സി എടുത്തോട്ട് ഇവിടെ എൻട്രി എടുത്ത് വെക്കാം. അത് റീടെസ്റ്റിന് വേണ്ടിയിട്ട് 190 പോവാം. ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ റീടെസ്റ്റിന് വേണ്ടിയിട്ട് 190 പോവാം. ഇപ്പോൾ ഇവിടെ എൻട്രി എടുത്ത് നമുക്കൊരു എൻട്രി എടുത്ത് ലോങ് ഹോൾഡ് ചെയ്താലും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള ഒരു സാഹചര്യങ്ങൾ കാണണം. അപ്പോൾ നമ്മൾ സിയിലെടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 166 ആയിരിക്കും. പക്ഷേ 166 ഇടുന്നതിൽ അർത്ഥമില്ല. ചിലപ്പോൾ ഒരു ഒറ്റയടിക്ക് താഴത്തോട്ട് അടിച്ചേക്കാം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 253 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 265 10 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഏത് നിമിഷവും ചിലപ്പോൾ 267 വന്നേക്കാം എന്നുള്ള മെൻറ്റാലിറ്റിയോട് കൂടി വേണം സി എടുത്തിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യാൻ. ആ സിയുടെ ടാർഗറ്റ് 207 പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് മേളിലോട്ട് പോയാൽ പോയി എന്നുള്ളതുള്ളൂ. അപ്പോൾ അടുത്തത് ഇവിടെ ഒരു മേളിലോട്ടൊരു മൂവ് വന്നു, ഒരു കൺസോൾട്ടേഷൻ വന്നു. പ്രീവിയസ് ഉണ്ടായിരുന്ന അതേ കൺസോൾട്ടേഷൻ തന്നെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ എങ്ങനെ വന്നോ അതേപോലെയുള്ള ബ്രേക്ക് ഔട്ടായിരിക്കും 267 ഹൈ ബ്രേക്ക് ചെയ്താൽ കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇത് ഇവിടെ നിന്ന് അങ്ങ് പോകുന്നല്ല, ഏകദേശം ഒരു 250 ഒരു 260 ബ്രേക്ക് ചെയ്ത് 60 തൊട്ട് 67 വരെയുള്ളൊരു 7 പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ അത് പറയണതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സിയിൽ ഓൾറെഡി ഇപ്പോൾ ഒരു എൻട്രി പോസിബിൾ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം. അത് എന്തടിസ്ഥാനത്തിൽ എടുത്തു വെക്കുമെന്ന് വെച്ചാൽ പ്രീവിയസ് ആയിട്ടുള്ള ഡേയിൽ ഒരു പക്ക സപ്പോർട്ടിലാണ് മാർക്കറ്റ് ഓൾറെഡി നിൽക്കുന്നത്. ആ സപ്പോർട്ടിൽ നിന്നുള്ള ഒരു അനുമാനം വെച്ചിട്ട് നമുക്ക് എടുക്കാം. എങ്കിലും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം സിയിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എൻട്രി എടുക്കാൻ. കാരണം ലോവിലേക്ക് ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ 267 അവിടെ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാക്സിമം 285 290 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ലെവൽസ് ഓൾറെഡി ഇവിടെ നിലവിൽ കിടപ്പുണ്ട്. അതും കൂടെ നമ്മൾ മൈൻഡിൽ വെച്ചേക്കണം. അതായത് 260 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 267 അവിടുത്തെ കൺസോൾട്ടേഷന് ശേഷം വീണ്ടും ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 285 291 വരെ മാർക്കറ്റ് പോകാം. ഡിപ്പെൻസ് അപ്പോൺ RSIയുടെ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വന്നു എന്ന് വിചാരിച്ചിട്ട് അവിടെ പാനിക് ആവേണ്ട കാര്യങ്ങളില്ല എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. ആവറേജിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലോങ് ഹോൾഡിങ് സി എടുത്തു വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നെക്സ്റ്റ് വീക്ക് എക്സ്പയർ ചെയ്യാം, നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇൻ കേസ് ഇവിടെ നിന്ന് താഴത്തോട്ട് ഫാൾ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പിയിൽ 260 തൊട്ട് 267 പ്രോഫിറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് 285 291 പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് നമുക്ക് ആ പ്രോഫിറ്റ് ഇവിടെ കൊടുത്തുകൊണ്ട് ആവറേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഒരു ആവറേജിങ് വീഡിയോ ഇതിൻ്റെ പുറകെ ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂട്ടത്തിൽ കൂടാം. നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് പഠിച്ച് മുമ്പോട്ട് പോകാം. അപ്പോൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുറച്ച് നാൾ കൂടെ നിന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ വന്നിട്ടേ കാര്യമുള്ളൂ. എൻ്റെ അടുത്ത് ക്വിക്ക് മണി സ്കീമൊന്നുമില്ല. ക്വിക്ക്
ട്രേഡിംഗ് സ്കിൽ ഡെവലപ്മെൻറ്റ് ക്യാപ്സൂളോ ഒന്നും എൻ്റെ കയ്യിലില്ല. സമയമെടുത്ത് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. സമയം 11:16.